എല്ലാ വീട്ടിലും വെള്ളം. അതെ കൊള്ളാം, ഇച്ചിരി മുടുത്ത കിട്ടിയത്. അടുത്ത കറക്റ്റ് പോയി രക്ഷപ്പെട്ടു. അവനെ കൂടി നമ്മൾ റെഡിയാക്കി കേട്ടോ. കറി റെഡിയായി കേട്ടോ, ഫുള്ളും വെള്ളമായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ. എല്ലാവർക്കും നമസ്കാരം. വെള്ളപ്പൂ കായി കഴിയുമ്പോഴേ ഞങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവസ്ഥ കേട്ടോ, വെള്ളം കുറച്ച് ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്, എന്നാലും ഇനി ഇറങ്ങാൻ കിടക്കണം കേട്ടോ, ഇത്രയും വെള്ളമുണ്ടേ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് പൂഴി അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ കയറ്റി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ പോയി പോകണം കേട്ടോ, നമ്മുടെ റോട്ടിൽ കൂടി കേട്ടോ. ഇത് നമ്മുടെ മെയിൻ റോഡാണ്. റോട്ടിൽ കൂടി പോകണമെന്നില്ല, വണ്ടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ വള്ളമാണ്. ഞാൻ കയറി നിന്ന് തുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറച്ച് കരയുള്ള ഭാഗം അവിടെ കേട്ടോ. നമ്മുടെ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ടേ. എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് മീൻ പിടിക്കാം. മീൻ പിടിച്ചിട്ട് നമുക്ക് കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് കഴിച്ച് ഇവിടെ തങ്ങാവേ. ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. വരാലിനെ പിടിക്കാൻ പരിപാടി കേട്ടോ. വരാലിനെ പിടിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു റീല് കാണിച്ചായിരുന്നു. ഇവിടെ നമ്മൾ മണ്ണിര പിടിച്ചിട്ടേ നമ്മൾ ചൂണ്ടക്കകത്ത് കോർക്കും, എന്നിട്ട് വരാൽ നിൽക്കേണ്ട വായിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കും, അങ്ങനെ പിടിക്കണം കേട്ടോ. അപ്പോൾ കാണിച്ചത് ഇപ്പോൾ നീ കൈ വെച്ചെടുത്ത് അത് കഴിഞ്ഞെടുത്ത് മണ്ണിര കിട്ടുന്നുണ്ടേ. ഇനി ചെറിയ കുളത്താട്ടോ, നമ്മുടെ വള്ളത്തിയൊക്കെ പിടിക്കുന്നില്ലേ അതുപോലത്തെ കുളത്താണ്. ചെറിയ രീതി തീറ്റ കൊടുത്താൽ വായി കൊണ്ട് വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. ഇങ്ങനത്തെ സൈഡിലാട്ടോ, ഇത് നമ്മുടെ റോഡാണ്. ഇതുപോലെ വെള്ളം കയറി കിടന്നാറേ ഇങ്ങനെ നോക്കി നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ പറ്റിൽ എവിടെയെങ്കിലും കാണും കേട്ടോ. ഇന്നലെയൊക്കെ നമ്മൾ കുറേ പിടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും, ഇതിൻ്റെ വേഴയില കാണണം, തപ്പിയെടുക്കാം. വേണ്ട ഒരു കുറുവാപ്പരൽ നിൽപ്പുണ്ട് കേട്ടോ. അത് ചൂണ്ടെന്ന് വെച്ച് നോക്കിയടാ, അത് കുറുവ കുത്തു നോക്കിയടാ. ദേ നിൽക്കണ്ട പതിയെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടത് നിൽക്കണ്ട കണ്ട പതിയെന്ന് വെച്ച് നോക്കി ഫ്രണ്ടിൽ. ആ ഒഴുക്ക് ഇങ്ങോട്ടായതുകൊണ്ട് ഇച്ചിരി നീട്ടിങ് വെച്ച് കൊടുക്കും. ഒഴുക്കിങ്ങോട്ടാ പതി ഓളം അടിക്കാണ്ട് പതിയെ മതി. അത് കൊള്ളാം നീ ഇച്ചിരി കഴിഞ്ഞ ദിവസം അത് കൊള്ളാം കുറച്ചുകൂടി അതിൻ്റെ അത് അനങ്ങാണ്ട് നിൽക്കുമോ. ഈ രാത്രി ഇറങ്ങി കുറുവ വരൽ കുത്തുന്ന സംശയം. വരൽ ചാടി അടിക്കും കുത്തിയിരുന്നോണ്ടേടാ. നീ പതിയെ കൈ മാറ്റി തപ്പി നോക്കി, പതിയെ തപ്പി നോക്കി. ചൂണ്ടേ കൊടുത്തില്ല വിടില്ല, കൈ കൊണ്ടാണ് പിടി. ഫ്രണ്ടിൽ കൈ വെക്കണേ. മീൻ അത് ഫ്രണ്ടിലോട്ട് ഓടുന്ന മീനാണ്. അണ്ടാ പൊങ്ങി ഒയ്യോടാ അത് പോരാ. ശേ നമുക്ക് അടുത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ച് നോക്ക്. അതിനെ എടുക്കണ്ട, അത് തിരിച്ചു വിടാം. പമ്മിക്കണ്ട, അത് ചാടുവേ. അങ്ങനെ കൈ കൊണ്ട് പൊത്തിക്കോ. കിട്ടിയില്ലേ? കാണിച്ചാ പോയാ വേണ്ടത് വള്ളത്തിനെ പൊത്തി പിടിച്ചു കേട്ടോ. ചെറുതാ അങ്ങനെ വിട്ടേ, നമുക്ക് അവനെ വേണ്ട. പൊക്കോ അവനെ കഴിച്ച് വിട്ടു കേട്ടാ. പതി ഓളടിക്കും അതിൻ്റെ വാല് ഞാൻ കണ്ടായിരുന്നു. ഈ മടലിൻ്റെ വിടയില്ല ഈ പതി വേണ്ട, ഈ മടൽ പതിയാണ് കളെ. ഓളടിക്കരുത്, പതിയെ പൊക്കും. ഒയ്യോ ചെറുതാ അത് നീ അത് ചൂണ്ട വെച്ച് കൊടുക്കുക. ചൂണ്ട വെക്കടാ, അനക്കണ്ട ചൂണ്ട വെച്ചാ എടാ. ചൂണ്ടെങ്കിൽ കൊണ്ടുവരാം, ചൂണ്ടെങ്കിൽ അനക്കല്ല. അത് അനക്കാ ഓടും കമ്പ് അങ്ങനെ വെക്കരുത്. അങ്ങനെ അത് പണിയാ എടാ. ചൂണ്ട കൊണ്ടുവരാ. ചൂണ്ട അറിയില്ല ഇല്ല, നിങ്ങളുടെ കയ്യില. നിന്റെ ഉണ്ടോ ശാന്തി? ഞാൻ ഇങ്ങനെ പിടിക്കാം, ഞാൻ പിടിക്കാം. അടാ അനക്കല കുഴപ്പമില്ല. ചൂണ്ട കുത്തണ നല്ല രസമാണ്. പതിയെ വെച്ച് കൊടുക്കണേ അവൻ്റെ ഫ്രണ്ടിൽ. ചാടി അടിക്കും. അതെ കുത്തി അടിപൊളി. ഇതണ്ട ഇതാ പരിപാടി കേട്ടാ. നമ്മളിങ്ങനെ തീറ്റ അവൻ വിഴുങ്ങിട്ടാ, മൊത്തം വിഴുങ്ങി കേട്ടോ. പിടിച്ചോ, നമുക്ക് വറക്കാടാ. ഇനി ഇതൊക്കെ രക്ഷയുള്ളൂ. മൊത്തം വെള്ളം കയറി നശിച്ചിരിക്കുക. അതെ അത് ഊരി പിടച്ച് പോകരുത് കേട്ടാ. വല എടുത്തില്ലേടാ? നമുക്ക് ഞാൻ ചെയ്യാം. ഇതൊക്കെ രക്ഷയുള്ളൂ കേട്ടോ. പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ തട്ടാം, കറി വെക്കാം. ആദ്യത്തെ തീറ്റ മറ്റോ വിഴുങ്ങി കേട്ടോ. അത് രണ്ടാമതൊരു ഇരം പിടിച്ചിട്ട് കൂർക്കുവാണ്. ചെറിയ കുളത്താട്ടോ, പക്ഷെ അടിപൊളി പരിപാടി കേട്ടോ. പതിയെ വേണം, വെള്ളത്ത് ഓളം അടിക്കാതെ പതിയെ വന്നാലും അവന്മാർ കിട്ടുള്ളൂ. അടിപ്പം പരിപാടിയാണ്. ഈ പൂളാനൊക്കെ സുഖമായിട്ട് കിട്ടും കേട്ടോ. നോക്കാം എന്നെ കിട്ടണം, നമ്മളെല്ലാത്തും തട്ടും. ഇതേ ഒരു പൂളാൻ നിൽക്കണേ. അവൻ പോയില്ലെങ്കിൽ അവിടെ കലകില്ല, അവിടെ ഉണ്ടോ കലക്കല്ല. അത് ഒഴുക്കായിരുന്നു. നീ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കണേ. അവിടെ നീ ആടാ കുത്തിര ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. തീറ്റ എടുത്തിട്ട് തീറ്റ എടുത്തിട്ടുണ്ടേ. ചൂണ്ടാക്കത്തോണ്ട് തീറ്റ ഒറ്റ വരുവാ. എടുത്തോ കറക്കെടുത്തോ. ദേ പൂള. അയ്യോ താഴത്തോട്ട് വെച്ചടാ. ഇതെന്താ ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ. എന്താ അടിപൊളി സാധനം. ഇപ്പോൾ തന്നെ അടുത്തന്നെ പിടിക്കാം. അവിടെ ഉണ്ടോ അനക്ക സാധ്യത? അവിടെ ഉണ്ട് ഇച്ചിരി മൂടുത്തായിരിക്കും.
പതിയെ ഓളടിക്കാതെ ഓളടിക്കാണ്ട് പോകണം. പതിയെ ഓളടിച്ചാൽ ഓടിക്കളയും. അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ചെറുതാണ് അവിടെ. ഇതൊരു രസമാണല്ലോ വെള്ളപ്പൊക്കത്തിൽ ആസ്വദിക്കൽ, എൻജോയ്. ആ എടാ അയ്യോടാ, അനക്കരുത്, ആരും അനക്കല്ല. അവന് ഓടും. അയ്യോ അവനുടെ പമ്മൂടാ മൊത്തത്തോടെ ഇങ്ങോട്ട്. അതെ നല്ലത്. ആണ്ടാ അയ്യോ അവിടെ ഇതേ പോണത്. ചൂണ്ടൊക്കെ ചേർന്ന് നീളം കുറക്കണം. നമ്മൾ കൈയും കൊണ്ട് പോണേക്കാളെന്നല്ലേ ഈ സ്റ്റിക്കിൻ്റെ തുമ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടില്ല സുഖമായിട്ട് ഇങ്ങനെ എത്തിക്കാം. നമ്മളങ്ങ് ചെല്ലുമ്പോൾ അനക്കം തട്ടുമ്പോൾ ഓടണം. ഇതായ ആദ്യം എടു ഓളാം. അത് ചാടി പോരുത് കേട്ടാ. ആ വള്ളത്തിട്ട് വീണ അതിലൊക്കെ കഷ്ടം. ഇതേ അടുത്ത കിട്ടി. അടിപൊളി. അടുത്ത് വലക്കാത്ത കയറ്റിക്കോളാം. ചൂണ്ടൊന്നും താഴ്ത്തു പോയി കേട്ടോ. അത് ഫ്രണ്ടിൽ കൈ വെക്കണേ. ഫ്രണ്ടിൽ കൈ വെക്കണം. ഒത്ത് അത് കളയൂടാവൻ. പിടിച്ചാ രണ്ട് കൈ പിടിച്ചിട്ട് എന്റെ പൊന്നെ അതിന് ഞെക്ക് കൊന്നു കളഞ്ഞു. ഇനി അത് പോയി. ഇനി എടുത്തിട്ട് കൊള്ളാം. തീർത്തും ചെറിയ എലി, മറ്റേ ചുണ്ടനെലി. ഇത് കാണിച്ചു ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞത്. എടാ അതിനെ കൈ കൊണ്ട് പിടിക്കുന്നു വേണ്ട. ഇത് കണ്ടത് തീർത്തും കുഞ്ഞത്. നമ്മുടെ മറ്റേ പിഗ്മി എലി വേണ്ട, തീർത്തും ചെറുതാട്ടോ. പുള്ളി എന്തോ തിന്നോണ്ടിരിക്കുവാണേ. ഇരിപ്പുണ്ടോ? ഇത് ഇത്ര വലുതാവുള്ളൂ കേട്ടോ. നമ്മുടെ ചുണ്ടനില്ലേ തീർത്തും ചെറുത്. നല്ല പോത്തറും തവള ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ വെള്ളപ്പൊക്കത്തിനുള്ള പ്രത്യേകത കേട്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ കയറി എന്നാ മുഴുത്താ നിൽക്കും. കോഴിപിടിയും തവള. അവൻ്റെ മേലൊക്കെ തിളങ്ങണം കേട്ടോ. അവൻ്റെ കണ്ണ് കണ്ടു കരിനീല കളർ. നമ്മുടെ ഇവിടെ വീടിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോക്കകത്ത് കാണിച്ചു കേട്ടോ. ഫുള്ളും വെള്ളം കയറി കിടക്കണ്ട. ഇപ്പം ചെറുതായിട്ട് വെള്ളം കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ 5 ദിവസമായത് ഇറങ്ങിയത്. 5 ദിവസമായപ്പോഴായിട്ട് ചെറുതായിട്ട് വെള്ളം വരിക തുടങ്ങി. അതുവരെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. എല്ലാ വീട്ടിലും വെള്ളം. അവന്മാർ പോകണം കേട്ടോ. റോട്ടിൽ കൂടി പോകണം. ഈ റോഡിൻ്റെ അവസ്ഥ ഈ കാണും കേട്ടോ. ഇതുകൊണ്ടാ ഞങ്ങൾ നോർമലി വെള്ളം തോന്നി നടക്കണേ ഇതിൽ കൂടിയാണ്. നമ്മുടെ റോട്ടിൽ കൂടി തന്നെ ഭയങ്കര വെള്ളമായിപ്പോയി. ഈ റോട്ടിൽ കൂടിയൊക്കെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതാട്ടാ. ഇതുണ്ടോ പാമ്പുകളൊക്കെ ഉണ്ടോ. എൻ്റെ ചീതങ്ങെന്ന് പറഞ്ഞ പാമ്പാണ്. നമ്മൾ ഈ ഉണ്ട് ഇരുട്ടത്ത് ഇതിലെ കൂടി നടന്നു പോകുമ്പോൾ ഇമാർ കയറി ചവിട്ടി ചാടിക്കടിക്കും. ഇത് പിന്നെ വിഷയില്ലാത്ത പാമ്പാട്ടാ. എന്നാൽ ഈ വെള്ളപ്പൊക്കത്തിന് ഇതൊക്കെ ഒരു കടി കിട്ടുമ്പോൾ നമുക്ക് പേടി വരും. എന്നാ കടിച്ചെന്ന് അറിയാൻ പറ്റില്ല ഇരുട്ടത്ത്. ഈ അവന്മാർ അവിടെ പറഞ്ഞിരിക്കണ്ടേ. കിട്ടിയടാ എന്നാ വാ. ഇവിടെ ഒരുത്തം കിടപ്പുണ്ട്. ഒരുത്തം പമ്മി കിടക്കാം. ഇങ്ങോട്ടോ. ഇതിച്ചിരി മുഴുത്താടാ. ഇതിച്ചിരി മുഴുത്താ എടാ. ഇതിച്ചിരി മുഴുത്താ. തീറ്റ പോയാ ചേടാ. അയ്യോ ഇതിച്ചിരി മുഴുത്താ. എടാ ഇത് വരാലാണോ പൂളാനാണോ? വരാലാണോ? എന്നാൽ ഇച്ചിരി തീറ്റ അങ്ങ് ഇട്ടുകൊടു. കണ്ടത് കിടക്കണ്ട. ഓളം അടിക്കരുത്. പൂളാനാണത്. എന്നാൽ അടിപൊളി പൂളാനാണ്. അവനാണെങ്കിൽ പൂളാനാണെങ്കിൽ മുറ്റാവൻ തപ്പി അത് എത്രയും വെള്ളത്തിലാണ് പോകും. ശബരിക്കരി ഉടച്ചുള്ള പണി പോയ മുഴുത്ത പൂളാനാണ്. നല്ല ഒഴുക്കാവുണ്ട്. മുഴുത്ത പൂളാനാണ്. അവൻ കിട്ടിയ നല്ല ടേസ്റ്റാണ്. മുഴുത്ത പൂളാൻ അത് കിട്ടിയില്ല. മുഴുത്ത പൂളാനായിരുന്നു. അത് പോയി. നമ്മളീ കാണിക്കുന്ന പരിപാടിയില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കോരുവല ഉണ്ടെങ്കിൽ സുഖമായിട്ട് പിടിക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതൊരു രസമാണ്. ഒരു സമയം പോക്കാം. നല്ല രസമാണ് ഇങ്ങനെ ചൂണ്ടയിട്ട് ഇങ്ങനെ പിടിക്കൽ. അതുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് ഉടക്കവലയൊക്കെ ഇട്ട് 2-3 പുല്ലനെ കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് കറി വെക്കാനുള്ള. പിന്നെ ഇതും ആ കൂട്ടത്തിൽ കൂട്ടണമെന്നില്ല. ഒരു സമയം പോക്ക് വേണ്ടേ. വെള്ളപ്പൊക്കയറെ എല്ലായിടവും മുങ്ങി. ഞങ്ങളുടെ നാട് മുങ്ങി. ഞങ്ങൾ ശക്കലം കരയിലെടുത്ത് ഞങ്ങൾ പെറ്റിരിക്കുമല്ല ഇവിടെ തന്നെ കൂടിയിരിക്കുക. അപ്പോൾ ഒരു സമയം പോക്കുള്ള പരിപാടി ഇതൊക്കെ. ആ തീറ്റ പോയി. അതാറിൻ്റെ അടുത്ത തീറ്റ പിടിക്കും കേട്ടോ. ഈ ചെറിയ കരയുള്ള സ്ഥലം ഉണ്ടാവും. ഇവിടെയൊക്കെ മുങ്ങിക്കിടന്ന ഞാൻ ചെറിയ കരയുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ ചവറ് പൊക്കി നോക്കി ഇഷ്ടംപോലെ മണ്ണിൽ കിട്ടും. അപ്പോൾ അതിങ്ങനെ എടുത്തെടുത്ത് കോർത്തിട്ടാൽ ചാടി. മുഴുത്ത ചെമ്മീൻ. ഈ വെള്ളം ഇറക്കിയാൽ നമുക്ക് ചാകരയായിരിക്കും കേട്ടോ. മിക്കറ ചെമ്മീൻ കൂടിടുമ്പോൾ. ഇതിൽ പച്ചത്തവള. പണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ പിടിച്ച് തിന്നുമായിരുന്നു കേട്ടോ. ഈ മഴക്കാലത്ത് നല്ല ചൂട് കിട്ടുക. അയ്യോ പോയി. ഈ ഒരു അണ്ടികളിലുണ്ട്. അതിന് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ചെറുത് കണ്ട പൊത്തി പിടിക്കണം. ഫ്രണ്ടിട്ട് ഓടൂല. ഇതുണ്ടോ പൊത്തി പിടിക്കണേ. പൊത്തി പിടി കിട്ടോ. ആ നോക്ക്. ഫോണെ പോട്ടെ. അത് കിട്ടും. പൊത്തിക്കോ കിട്ടി. ഈ ചെറിയ അണ്ടികൾ
കളയണ്ട, പിടിച്ചോ. അവനൊന്നും കാശുള്ള നല്ല ടേസ്റ്റുള്ള സാധനം. വലക്കത്തിട്ടോ, അടിപൊളി സാധനം. ഇത് അണ്ടികളി, ഞങ്ങളുടെ നാട്ടിൽ അണ്ടികളി എന്ന് പറഞ്ഞാൽ ചീതങ്കൻ എന്ന് പറഞ്ഞ പാമ്പ്, കട്ടപ്പുള എന്ന് പറയാം. ഇതുണ്ട്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ചാടി കാലിട്ട് കടിക്കും. ഇതുണ്ട്, റോട്ടിൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഇരിക്കാൻ അറിയാം. ഈ പൊടിമീനൊക്കെ ഒഴുക്കിന് വരുമല്ലോ, അതിനെ പിടിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. ഇത് ഇരിക്കണുണ്ട്, പാല് കണ്ട് കറക്റ്റ് അവൻ്റെ ഫ്രണ്ടിൽ സദ്യങ്ങ് വെച്ചോ. അവൻ്റെ വായി കൊണ്ട് വെച്ചിട്ട് അവനെ അടിക്കുന്നില്ലല്ലോ. കുത്ര ഇച്ചിരി മിഴുങ്ങട്ടെ എടുത്തോ. കൊള്ളാം, തട്ടിക്കോ, ഒന്നും നോക്കണ്ട. അത് ഏറ്റി വായിൽ കയറുക, മിഴുങ്ങ. അതെ കൊള്ളാം, ഇച്ചിരി മുടുത്ത കിട്ടിയത്. പിടിച്ചോ പോലെ വിട്ടുകളയരുത്. ആദ്യത്തെ കളി കളയരുതേ. പിടിച്ച് ഞെക്കി പിടിച്ചോളാം കേട്ടോ. അതെ ഉണ്ടാ, ഇച്ചിരി മുഴുത്ത ഇത്ര നിറങ്ങിയിട്ട് മുഴുത്ത ഉറച്ച് കിട്ടി കേട്ടോ. അടിപൊളി കൊടുത്ത് അത് കുഴപ്പമില്ല, കളയരുത്. ആണ്ടാ, ഞാൻ പറഞ്ഞ കളയരുത്. ചൂണ്ടയിലാണ് അത് പോകൂടാ, അത് കളയൂടാ, അത് കളയും. ചാടും ഉണ്ടാ, ഞാൻ പറയില്ല, അത് നശിപ്പിച്ച്. അത് പോയി, മുഴുത്ത സാധനമായിരുന്നു. ഇല്ലേ വേണ്ട, നീ പാതി ചെന്നാടാ, അനക്കണ്ടി അവിടെ കിടപ്പുണ്ട്. ഇല്ലേ പതി അങ്ങ് പോകണ്ട. ഇല്ല മുഴുത്താട്ടോ, അത് കിട്ടാൻ സാധ്യത. അങ്ങോട്ട് പോകുമ്പോൾ ആഴമാണ്, അങ്ങോട്ട് കയറി പോകണ്ട. ഇല്ലേ പോകണം, പതിയെ പോകുന്നുണ്ട്. അനക്കരുതാ, ആശിക്ക് അനക്കരുതടാ. ഞാൻ ചൂണ്ടയിട്ടാ കിട്ടുമോ നോക്കട്ടെ. അത് പോകൂടാ, ആഴത്തിലിട്ട് പോകും. അതിന് കിട്ടിയല്ല, കൈ കൊണ്ട് കിട്ടിക്കല്ല, അത് പോവും. മുഴുത്തായിരുന്നു, അവനത് ഉഴപ്പി കളഞ്ഞിട്ടാ ആണ്ടിരിക്കണത്. ഇനി അത് കിട്ടാൻ പാടാത്. ചൂണ്ട ഇനി കുത്തിയല്ലേ, അതിന് കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, അത്രയും വെള്ളമുള്ളതുകൊണ്ട്. കൈ കൊണ്ട് കിട്ടിയാൽ അത് നാശിപ്പിച്ചത്. ശേ ദേ വന്നത്, അത് തീറ്റിട്ട് കൊടുക്കും. നീ പാല് നോക്കിയാ തീറ്റ. അങ്ങനെ ഇട്ട് കാര്യമില്ല, തീറ്റ കൊടുക്കാൻ. എടാ ചൂണ്ട കിട്ടുക, അവന് കുഴപ്പമിട്ട. ഇവൻ കളയും, തേ കിടക്കണം. അത് പിടിക്കാന്ന് പറഞ്ഞ് കളയരുത്. ആഴത്തിലോട്ട് പോരും. നീ ഇതിന് പിടിച്ചേ. ഇങ്ങോട്ടാണ് കുഴപ്പമില്ല. ഇത് എൻ്റെ കാലിൻ്റെ പറ്റി കണ്ട. ഈ ചവറോട് ഈ വലയോട് ചേർത്ത് വലക്കാത്ത് നിൽക്കട്ടെ. റീട കിടക്കണ്ട, വീട് ഇങ്ങനെ കാണുന്നില്ല. കളഞ്ഞ് പിടിച്ചാ അവന് ഞെക്കി വിടരുത്. അവൻ അവിടെ ഇട്ട് തന്നെ കൊന്നേര്. നീ കളയരുത്. അയ്യോ, അവൻ പോയിന്ന് ഓർത്താ കിട്ടാ. കിട്ടി, ഇനി കൊണ്ടുപോകാം. ഞാൻ ആദ്യം കളഞ്ഞ കേട്ടാ, പക്ഷെ അവനെ കിട്ടി. അവൻ്റെ സമയം മോശമായിരുന്നു, കഷ്ടകാലമാണ്. വലക്കത്തിട്ടോ കളയണ്ട. അതെ, അവൻ്റെ ബോധം പോയതായിരുന്നു. അവിടെ കിടക്കട്ടെ. പൂച്ച കരണ്ട, ആ കൂടെ ശാലം കരയുള്ള അടുത്ത. അവിടെ എന്തോ പൂച്ച ഉണ്ടെന്നോ കണ്ട. അതേ ഒരു പൂച്ചാണ്ടി ഇരിക്കണ്ട പുള്ളി. ആ കൂടെ ഞാൻ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. പേടിപ്പിക്കണ്ട. പുള്ളി ആ കരയുള്ളടത്ത് കയറി. സുന്ദരനാണല്ലോ, സുന്ദരം പൂച്ച. കുഞ്ഞാപ്പി, തീർത്തും കുഞ്ഞാപ്പി. എന്താ ചെറുത്. ഓടിക്കോ പോയി രക്ഷപ്പെട്ടോ. ഇതേത് ഇച്ചി ശകലം മുഴുപ്പുള്ളവന്. അവന് ഓടിയില്ല പണി കൊടുക്കാം. കണ്ടോ ആ ചവറിൻ്റെ ഇടയിൽ കൊണ്ടോ. ഇല്ലേ നീ കണ്ട അത് പതിയെ അങ്ങ് വെച്ചുകൂടും. അവനടിക്കുന്നു. അയ്യോ, അവനാ കാണാവോ, അവൻ്റെ ഇടയിലിട്ട് കയറിപ്പോയി. ഇതൊരു പൂളാൻ്റെ വായിട്ട് കൊടുത്തിട്ട് അവൻ തിന്നും, പിന്നെ കക്കിക്കളയും, പിന്നെയും അത് തന്നെയാണ്. ഭാഗ്യം ഉണ്ടാകുമ്പോൾ അവനെ പൊക്കും. കിട്ടി കളയരുത്. അത് ചൂണ്ടെന്ന് പോരല്ലേ. ഇതാണ്ടത്, ഇതാണ് ഞങ്ങളുടെ പൂളാന്ന് പറഞ്ഞ മീൻ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പൂളാന്ന് പറയും. നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ, പൂളാൻ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിൻ്റെ പേരെന്നാന്ന് പറയണം കേട്ടോ. എടാ അനക്കരുതടാ, ആരും അനക്കരുതടാ. അനക്കരുതടാ. മുഴുത്ത് നടന്നത് മുപ്പിലുണ്ടാകുന്ന. ഇപ്പോൾ അവനെ കുത്തിയെടുത്താൽ വേണ്ട, ഇനി അത് പോവും. അതിനുള്ള സമയം കിട്ടിയത് അവൻ വെട്ടിയാൽ അവനെ കോളാം. എടാ ഈ ചവറിൻ്റെ പൊക്കം വീടാ അവിടെ. വേണ്ട, ഉപ്പില് വേണ്ട, സമയം അത് പോകൂടാ. നമ്മൾ അനങ്ങിയാൽ പോകൂടാ. ഒരാൾ മുഴുത്ത അന്ന് നീ പതിയെ പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ. അവൻ്റെ ഓടിച്ചു പോയി. എൻ്റെയൊക്കെ വീട്ടിലാണ്. എൻ്റെ കയ്യിൽ വീട് കുത്തി തുറന്ന് വരുമ്പോൾ സമയം എടുക്കും. അയ്യോ, മണ്ടനാണ്. വേണ്ട, പോയി.
ഇത് മണ്ടത്തരം പറ്റിപ്പോയി. നമ്മളെ ചൂണ്ടയിട്ട് ചുമ്മാ രസത്തിന് വേണ്ടി ഇങ്ങനെ പോകുന്ന മുപ്പലി എടുത്തിട്ട് ഇപ്പോൾ കുത്തിയെടുക്കുന്നത്. രണ്ടു മൂന്നും കൊടുത്ത് വരാനും കിട്ടിയാണ്. വേണ്ട പണി കിട്ടി കേട്ടോ. മഴ പെയ്തുകൊണ്ടോ അതോടെ നമ്മൾ പരിപാടി നിർത്തുവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ടേ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചിടാം. എന്നിട്ട് കിട്ടിയ മീനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് വറുത്ത് അല്ല കറി വെച്ച് അടിക്കണം. അപ്പോൾ അതെ ഇനി നമ്മുടെ പരിപാടിയെ നമുക്ക് കിട്ടിയ മീനൊക്കെ ഫ്രഷ് ആക്കണം കേട്ടോ. അതായത് നമുക്ക് വെട്ടി റെഡിയാക്കണം. അപ്പോൾ കാണിച്ചിടാം കിട്ടിയ മീൻ. എടാ അത് തുറന്നു കിട്ടിയടാ. ജീവനിലൊന്നുമില്ലേ? തുറന്നിട്ട് കാണിച്ചിടാവേ. ഇത് വേണ്ട ഇത്ര മീൻ കിട്ടി കേട്ടോ. നമ്മുടെ സാധാരണ മീൻ പിടുത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ തീർത്തും കുറവാട്ടോ. പക്ഷേ ഇതൊരു സമയം പോകാൻ രസം കേട്ടോ. വെള്ളപ്പൊക്കം എൻജോയ് ചെയ്യുന്ന പരിപാടി അതൊക്കെ. ഇനിയിപ്പോൾ ഇവന്മാരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് വറുക്കാം. അപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ പോയ സമയം കൊണ്ട് അതേ നമ്മുടെ കൂടെ ഉള്ളവന്മാർ ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കാണിച്ചു തരാവേ. പക്ഷേ ഇതിൻ്റെ അകത്തോട്ടെ ഇതെന്താ വീടിൻ്റെ അകത്തൊക്കെ ഫുള്ളും വെള്ളം. നമ്മുടെ വള്ളം കണ്ട വീടിൻ്റെ അകത്താണ് നേരെ വള്ളം കിടക്കണം. അപ്പോൾ നമ്മുടെ ഷെഫൊക്കെ ചോറൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണിച്ചു തരാം. എന്താ വീടിൻ്റെ അകമായി കാണാം കേട്ടോ. ഇത്രയും വെള്ളമായി. പിന്നെ ഇതേണ്ട രണ്ടാം നില ഉള്ളത് കൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. എല്ലാവരും മേളിൽ കയറി കിടക്കണേ. പിന്നെ ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് അതിനും കുഴപ്പമില്ല. ഇതുമാതിരി ചോറൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് കണ്ട ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയപ്പോൾ മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മുടെ അനിയച്ചാർ കറി വെക്കണ സാക്കട സാധനം റെഡിയാക്കി വെച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതെ മീൻ വെട്ടണം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വള്ളത്തിനകത്തിരിക്കുന്ന സാധനത്തിൽ നല്ല ശ്രദ്ധിക്കണ്ട. അതൊക്കെ ദുരിതാശ്വാസത്തിലുള്ളതാണ്. നമ്മുടെ മീനെ ഇതാണ് നമ്മുടെ ടാറിട്ട റോഡാണ്. അപ്പോൾ അതിലോട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആകും. പെട്ടെന്ന് തെളിഞ്ഞു വരും. ഇത് നമ്മൾ തൊലിയൊന്നും പൊളിക്കണം കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ നാടൻ മീനിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് വരാലിൻ്റെയും അണ്ടികളിയുടെ ഒക്കെ തൊലി കളയരുത്. തൊലി കളയാതെ ഇങ്ങനെ തേച്ചെടുത്ത് കറി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ തൊലിയില്ല ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഇരിക്കണം. നമുക്ക് രാവിലെ അല്ല വൈകുന്നേരം ഞാൻ വലയിടാൻ പോയപ്പോഴേ ഒരു പുല്ലൻ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കൂടി ഒന്ന് റെഡിയാക്കി കേട്ടോ. മീനെല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് കേട്ടോ. ഇത് കണ്ടത് നല്ല വെള്ളമായി കേട്ടോ. ഇതെന്നെ സംഭവിച്ചത് നമ്മുടെ ഈ ടാറിട്ട് റോട്ടിയിട്ട് ഉരച്ചത് കേട്ടോ. ഉരച്ചത് നമ്മുടെ പുല്ലൻ 2 പുല്ലുണ്ട്. ഇപ്പോൾ പിന്നെ പിടിച്ചോണ്ട് ഒന്ന് വരാലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവന്മാർ കറി വെക്കാൻ പോകണേ. കുക്കിങ് തുടങ്ങാൻ പോയി കേട്ടോ. നമ്മൾ കുറച്ച് മീൻ വറക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ പൂളാനും 1-2 മറ്റേ ചെറിയ അണ്ടികളിയൊക്കെ എടുത്ത് വറക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുല്ലിനും ബാക്കിയുള്ള കറി വെക്കാൻ ഉള്ള സാധനം. വെറൈറ്റി രീതിയിലാണ് കേട്ടോ മീൻ കറി വെക്കണം. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇവൻ്റെ രീതി വെറൈറ്റി കേട്ടോ. ഇതേ നമ്മൾ മഞ്ചട്ടി വെള്ളമൊന്നുമില്ല കേട്ടോ. ചുമ്മാ ചൂടാക്കണേ. എന്നിട്ട് എണ്ണ ഒഴിച്ച് ഇനി അടുത്ത തന്നെ ഇടുക നമ്മൾ ഇത് മഞ്ചട്ടിക്കകത്തിട്ട് കടുക് താളിച്ചെടുത്തിട്ട് പിന്നെ ഇനി തന്നെ മഞ്ഞൾപ്പൊടി ഇടുമല്ലേ. അത് കഴിഞ്ഞിട്ട് മറ്റേ പുളി വെച്ച പുളിവെള്ളമല്ലേ കുടംപുളിയുടെ അല്ലേ. എന്നിട്ട് മീനിട്ടിട്ട് വെള്ളം കുറച്ചുകൂടി വെള്ളം ഒഴിക്കുമോ? അതിനുള്ള വെള്ളമാണ് ഈ ചൂടാക്കണം. ഓക്കെ തട്ടിയേക്കാം. കടുകൊക്കെ റെഡി ആയിട്ടുണ്ട്. കടുക് ഇച്ചിരി മൂത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം. വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇപ്പോൾ ഇടുമോ? ഒരാശിടുള്ളൂ അല്ലേ? മസാലയൊക്കെ ഇടുക. ഇനി ഇത് നല്ലപോലെ വഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ റെഡിയാക്കുമ്പോഴുള്ള കാര്യം തന്നെ അറിയോ? ഇത് താഴത്തോട്ട് നോക്കി ഇതെന്താ ഫുള്ളും വെള്ളം കേട്ടോ. ഈ വെള്ളത്തിൽ നിന്നുള്ള പരിപാടി കേട്ടോ. വീടിനകത്തൊക്കെ ഫുള്ളും വെള്ളം. അകത്തോട്ടും അതേ വെള്ളം, പുറത്തോട്ട് ഇറങ്ങിയാലും വെള്ളം. കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പുളിവെള്ളം അങ്ങ് ഒഴിക്കും. പുളിവെള്ളം വേണ്ട ആ പുളിയും കൂടി ഒഴിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഇട്ട് പിന്നെ ഇതേ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചിങ്ങനെ എടുക്കുവേ. ചൂടുവെള്ളം ഒഴിക്കണം എന്തിനറിയോ? പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചൂടായി ഇറങ്ങി ഇപ്പോൾ മീൻ കൂടിയിട്ട് നല്ലപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. പരിപാടി എളുപ്പം പരിപാടി കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് മീൻ ഇടണം കേട്ടോ. ഇതുണ്ടോ മീൻ മൊത്തം ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിങ്ങനെ എടുക്കും. മീൻ വെന്ത് കഴിയുമ്പോൾ കറി റെഡിയായി കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വറുക്കാനുള്ള മീൻ കുറച്ച് മുളക് പൊടി, ഉപ്പ്, പരിപാടി തീർന്നു കേട്ടോ. ഈ പെണ്ണയും പോയിട്ട് അതൊന്ന് വറുത്തിങ്ങെടുത്താൽ നമ്മുടെ മീൻ കറിയും മീൻ വറുക്കലെല്ലാം റെഡിയായി കഴിഞ്ഞ് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി കേട്ടോ. കറി മീനും വറുത്ത് കേട്ടോ. ഇനിയിപ്പോൾ മൊത്തം എടുത്ത് നമുക്ക് ചോറൊക്കെ കൂട്ടി അടിക്കാൻ കേട്ടോ. എല്ലാവരും വിശന്നിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ ചോറ് തിന്നാൻ പോകട്ടോ. ഇത് കണ്ട ഞങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ആ കൂടെ കരയുള്ള ഞങ്ങളുടെ നാട്ടിൽ കരയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. 2ാം നില. അതുകൊണ്ട് ചോറൊക്കെ ഉണ്ടാക്കി നമ്മൾ പിടിച്ച മീനൊക്കെ കറി വെച്ച് ഓരോരുത്തർ കാഴ്ചകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെയൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ഇത് കണ്ട
വെള്ളം കയറി വരുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. വെള്ളം വീടിനകത്ത് കയറി കിടന്നപ്പോഴാണ് ഭയങ്കര പണി. 8-ന്റെ പണി എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിക്കും കേട്ടോ. ഈ നാട്ടിലുള്ള എല്ലാവരും ക്യാമ്പിൽ പോയി കേട്ടോ. പിന്നെ കുറച്ച് ഞങ്ങൾ മാത്രമേ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ പശു ആടൊക്കെ ഉള്ളവർ മാത്രമുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം. ഇന്നത്തെ എന്നല്ല കേട്ടോ, ഒരു 3-4 ദിവസമായിട്ട് ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടി തന്നെ. ആഹാരം കഴിക്കും, ഇത് കണ്ട, എന്നിട്ട് ഇങ്ങനെ കിടന്ന് എല്ലാവരും ഇവിടെ കിടന്ന് തുടങ്ങും. വെള്ളം ഇറങ്ങണ വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കാണും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ പരിപാടി കൂടെ അവസാനിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഇനി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാലേ ഞങ്ങളുടെ ജീവിതവും കാഴ്ച എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ തന്നെ കേട്ടോ. വെള്ളം കയറി വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെ വെള്ളം വീടിനകത്തൊക്കെ കയറി ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിയുമ്പോൾ വമ്പം വിഷയം കേട്ടോ. ഭയങ്കര ദുരിതമായിരിക്കും കേട്ടോ. ഇതെല്ലാ വർഷവും ഞങ്ങൾ ഇത് അനുഭവിക്കണം കേട്ടോ. അത് കാരണം അതിലോട്ടൊക്കെ ഞങ്ങൾ യോജിച്ചു പോയി. ഇതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോഴേ ഈ വെള്ളമൊക്കെ ഇറങ്ങട്ടെ. വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ പുഴയിൽ വെള്ളമൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാവേ.